നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ ഗംഗ എന്ത് കൈവശം കൊടുത്ത ആണുങ്ങളൊക്കെ മയക്കി വെച്ചിരിക്കുന്നെന്ന് എനിക്കറിയില്ല. ഒരു നിമിഷം കഴിഞ്ഞ ആ തൂണ് വീണിരുന്നെങ്കിൽ ശ്രേയ മഹിയുടെ ഭാര്യ ആവില്ലായിരുന്നോ? സ്വന്തം ഭാര്യ ഇങ്ങനെ കിടക്കുമ്പോ മറ്റൊരുത്തയുടെ സുഖവിവരം അന്വേഷിക്കാൻ മഹി ഇങ്ങനെ പോകാമോ? മാളുവിനെ തീയിൽ ചാടി രക്ഷിച്ച സമയത്ത് ഗംഗയ്ക്ക് പൊള്ളലേറ്റത്. ഇപ്പൊ മഹിക്ക് ഏറ്റവും വലുത് അവന്റെ കുഞ്ഞു മാളുവാണ്. മാളുവിനെ രക്ഷിച്ച ഗംഗയോട് മഹിക്ക് കടപ്പാടുണ്ട്. ആ നന്ദി സ്നേഹവും അവന് പ്രകടിപ്പിക്കാതിരിക്കാനാവില്ല. അത് താത്തു മനസ്സിലാക്കണം. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഞാനത്ര പൊട്ടിയൊന്നുമല്ല. മാളുവിന്റെ പേരും പറഞ്ഞ് മഹി ചെയ്യുന്നതെല്ലാം കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്കെപ്പോഴും പറ്റിയെന്ന് വരില്ല. ആദ്യം എന്റെ മോള് വയ്യാഴിക മാറി എഴുന്നേക്കട്ടെ. അത് കഴിഞ്ഞ് എനിക്കറിയാം എന്താ വേണ്ടെന്ന്. സൂക്ഷിച്ച് കിടന്നോളൂ. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല സിസ്റ്റർ. അങ്ങനെ പറയാറായിട്ടില്ല. നന്നായിട്ട് റെസ്റ്റ് എടുത്തോളൂ. ശരി, എങ്കിൽ കിടന്നോളൂ. മാളു, എങ്ങനെയുണ്ട്? ഇപ്പോഴും വേനയുണ്ടോ? എനിക്ക് ഒരു കുഴപ്പമില്ല. മാളു പേടിക്കണ്ട കേട്ടോ. ഗംഗയ്ക്ക് വയ്യാതെ വന്നപ്പോ ഞാൻ ശരിക്കും പേടിച്ചുപോയി. മോള് വിഷമിക്കാതെ. ഗംഗ മോള് കണ്ടില്ലേ, എനിക്കൊരു കുഴപ്പമില്ലല്ലോ. എന്നാലും എനിക്ക് വേണ്ടിയല്ലേ ഗംഗ തീ ചാടിയത്? അതെ, എങ്ങനെയാ ഗംഗയോട് നന്ദി പറയേണ്ടെന്ന് എനിക്കറിയില്ല. മഹേട്ടാ, എന്തിനാ എന്നോട് നന്ദിയൊക്കെ പറയുന്നേ? മാളുവിനെ ഞാൻ എന്റെ സ്വന്തം മോളായിട്ടാ കണ്ടിരിക്കുന്നെ. നന്ദിയൊക്കെ പറഞ്ഞ് എന്നെ ഒരു അന്യാക്കരുത്. ഇല്ല, എനിക്കറിയാം. എന്റെ കുഞ്ഞിനു വേണ്ടി സ്വന്തം ജീവൻ പോലും വകവയ്ക്കാത്ത നിന്നെ എങ്ങനെ ഞാൻ അന്യായിട്ട് കാണും? അങ്ങനെ കരുതിയാൽ ഈശ്വരൻ പോലും എന്നോട് പൊറുക്കില്ല. എന്താ മുത്തശ്ശി, എന്തിനാ ഇനിയും വിഷമിച്ചു നിൽക്കുന്നത്? എനിക്കൊരു കുഴപ്പമില്ലെന്ന് കണ്ടില്ലേ? കുറച്ചു സമയം കൊണ്ട് ഞങ്ങൾ അനുഭവിച്ച വിഷമത്തിന് കയ്യും കണക്കും ഇല്ല മോളെ. എന്തിനാ അത്? എനിക്കൊപ്പം ശ്രീ മഹേശ്വരനുണ്ടെന്ന് മുത്തശ്ശിക്ക് അറിയാലോ. അതെ, നിന്റെ ശ്രീ മഹേശ്വരനാ നിന്നെ കാത്തത്. ആ മഹേട്ടാ, ശ്രേയച്ചിക്ക് എങ്ങനെയുണ്ട്? ശ്രേയ ഇപ്പോഴും ഐസിയുലാണ്. ഇതുവരെ ബോധം വീണിട്ടില്ല. എന്റെ ശ്രീ മഹേശ്വര, ശ്രേയച്ചിക്ക് ഒരു അബദ്ധം വരുത്തരുത്. എത്രയും പെട്ടെന്ന് ശ്രേയച്ചിക്ക് ബോധം വരണേ. നിന്റെ ഈ നന്മയെ കഴിഞ്ഞ് എല്ലാ ആപത്തിൽ നിന്നും നിന്നെ രക്ഷിക്കുന്നത്. നിന്നെ ദ്രോഹിക്കുന്നവരെ പോലും നീ സ്നേഹിക്കുകയല്ല ചെയ്യുക. അയ്യോ മഹേട്ടാ, അതിന് ശ്രേയച്ചി എന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ല. അല്ല, ശ്രേയ ചീത്തയാ. അങ്ങനെ പറയരുത് മോളെ. നാളെ മോളുടെ അമ്മയായിട്ട് വരേണ്ട ആളാ ശ്രേയ. അതിന് അമ്മ ആയില്ലല്ലോ. ഞാനിപ്പോ വരാം. മോൾക്ക് കുടിക്കാൻ എന്തെങ്കിലും പറയട്ടെ? ഇപ്പൊ ഒന്നും വേണ്ട മുത്തശ്ശി. ഞാൻ ഗംഗയ്ക്കൊരു ഉമ്മ തരട്ടെ? അതിനെന്തിനാ ചോദിക്കുന്നത്? തന്നോളൂ. അവിടെ എന്താ രശ്മ സംഭവിച്ചത്? ഒന്ന് തെളിച്ചു പറ. ഇവിടെ താലി കെട്ടാൻ തുടങ്ങുന്ന സമയത്ത് കതിർ മണ്ഡപത്തിന്റെ തൂണിളകി ശ്രേയയുടെ തലയിൽ വീണു. അയ്യോ. അതിനൊപ്പം മറിഞ്ഞു വീണ വിളക്കിൽ നിന്നും തീ പടർന്ന് മണ്ഡപമെല്ലാം കത്തി. ആർക്കെങ്കിലും പൊള്ളലേറ്റോ? എല്ലാരും പുറത്തിറങ്ങി രക്ഷപ്പെട്ടു. പക്ഷേ മാള് മാത്രം അകത്ത് പെട്ടുപോയി. ഒടുവിൽ മാളുവിനെ രക്ഷിച്ചത് ഗംഗയാ. ഗംഗയോ?
അതെ, അവൾ അവിടെ വന്നു. തീ പടർന്ന് എല്ലാരും പുറത്തിറങ്ങിയ സമയത്താ ഗംഗ വന്നത്. മാളു അകത്ത് പെട്ടു എന്ന് അറിഞ്ഞപ്പോ തന്നെ ഗംഗ അകത്ത് കയറി. മഹിയേട്ടനും മാളുവിനെ രക്ഷിക്കാൻ അകത്തേക്ക് കയറി. ഭാഗ്യത്തിന് മാളുവിനൊന്നും പറ്റിയില്ല. പക്ഷേ ഗംഗയ്ക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിലാ ഉള്ളത്. ഗംഗയ്ക്ക് കാര്യമായി പൊള്ളലേറ്റോ? ഇല്ല, അവൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഗംഗയെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ശ്രേയയ്ക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല. കുറച്ച് സീരിയസ് ആണ്. തലയിൽ തന്നെ തൂണ് വീണതുകൊണ്ട് തലച്ചോറിന് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ശ്രേയയ്ക്ക് ബോധം വരാൻ സാധ്യതയില്ലെന്നും ചിലപ്പോ കോമയിലാകാൻ ചാൻസ് ഉണ്ടെന്നും ഡോക്ടർ പറഞ്ഞു. മഹിക്ക് ഭാര്യ വാഴില്ല എന്ന് തോന്നുന്നു. ആദ്യ ഭാര്യ തീയിൽപ്പെട്ട് മരിക്കുന്നു. രണ്ടാമത് താലി കെട്ടി ഉടഞ്ഞ് ഈ അവസ്ഥയിലും ആവുന്നു. അല്ല, താലി കെട്ടിയില്ല. അതിന് തൊട്ട് മുമ്പാ ഇങ്ങനെ സംഭവിച്ചത്. അപ്പൊ കല്യാണം നടന്നില്ലേ? നിനക്കിത് ബോധമില്ലേ രാഹുലേ? അതല്ലേ ഇത്രയും നേരം ഞാൻ പറഞ്ഞോണ്ടിരുന്നേ. ഓക്കെ എനിക്ക് മനസ്സിലായി. ആ പിന്നെ നീ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ഗംഗയെ കണ്ടായിരുന്നോ? കൊണ്ടുവന്നപ്പോ ഞാൻ കണ്ടു. റൂമിലേക്ക് മാറ്റിയ ശേഷം കണ്ടിട്ടില്ല. ഓ പിന്നെ അവളുടെ അടുത്ത് മഹേട്ടനും മാളുവും മുത്തശ്ശിയും ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ എന്തിനാ വെറുതെ അങ്ങോട്ട് പോകുന്നത്? അതെ, അത് ശരിയാ. എന്നാലും ഇത്തരം അപകടങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോ മനുഷ്യര് പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കാൻ സാധ്യതയുണ്ട്. അതിനൊന്നുമില്ല. ഗംഗ അങ്ങനെ വല്ല പിച്ചും പേയും പറഞ്ഞാലോ എന്നോർത്ത് പറഞ്ഞതാ ഞാൻ. അവള് പിച്ചും പേയും പറഞ്ഞാ എനിക്കെന്താ? അവള് പറയുന്നെങ്കി പറയട്ടെ. അതെ. അല്ല, നീ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടോ? ഇല്ല. ശരി, ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ശരി. ഗംഗ അവിടെ ചെന്നപ്പോഴേ പ്രശ്നങ്ങളായിരുന്നത് കൊണ്ട് ആ സമയത്ത് ആരോടും പറയാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ മഹി അവളുടെ അടുത്തുണ്ടെങ്കിൽ അവക്ക് പറയാൻ ഒരു സാഹചര്യം ഒത്തു വന്ന അവൾ അത് പറയും. അങ്ങനെ അവള് പറഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യും? നീ എന്തായി പറയുന്നത്? മഹിയുടെ കല്യാണം മുടങ്ങിയെന്നോ? അതെ, അവന്റെ കല്യാണം നടത്തേണ്ട സമയത്ത് മണ്ഡപത്തിന് തീ പിടിച്ചു. അങ്ങനെ ആ കല്യാണം മുടങ്ങി. അയ്യോ, ആർക്കെങ്കിലും അതിൽ അപകടം പറ്റിയോ? അവൻ കല്യാണം കഴിക്കാനിരുന്ന പെണ്ണും പിന്നെ മാളുവിനെ നോക്കാൻ നിൽക്കുന്ന ഗംഗയും ആശുപത്രിയിൽ അഡ്മിറ്റാണ്. വേറെ ആർക്കൊന്നും പറ്റില്ലെന്ന് അറിഞ്ഞത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.